അസ്സലാമു അലൈക്കും, വെൽക്കം ടു പപ്പായ വ്ളോഗ്സ്. അപ്പോൾ ഞാനിന്നൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നത്. ഓട്ട് ബ്രൗണി നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ പീൽ ചെയ്ത് വെച്ച ബനാന എടുക്കുന്നുണ്ട്. ഞാനിതിൽ റോബസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം റോബസ്റ്റ് കുറച്ച് ഫ്ലേവേർഡ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഓർത്തിയില്ല. അപ്പോൾ ഞാൻ 3 എടുത്തിരുന്നു. 3 ഒന്നും വേണ്ട, ഒന്നെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 അത്ര മതി. കുറച്ച് ഫ്ലേവേർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം എടുക്കാം. ഇനി നമുക്കത് നല്ലോണം ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ യൂസ് ചെയ്യാം. ഇനി അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഇനി വേറൊരു ബൗളിൽ നമുക്ക് ഓട്സ് പൊടിച്ചത് നല്ല മിക്സിയിലിട്ട് നല്ല പൊടിച്ചെടുത്തതാണിത്. അത് ഞാൻ എന്നിട്ട് ഒരു അരിപ്പ് വെച്ച് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. അത് പിന്നെ കൊക്കോ പൗഡർ, ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ടത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സൈഡിലേക്ക് മാറ്റി വെക്കാം. വേറൊരു ബൗളിൽ നമുക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ക്രഷ് ചെയ്ത് വെച്ച ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അലിയുന്ന വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് നമുക്ക് ഫുൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് നല്ലോണം മിക്സായി വരുമ്പം ഇനി നമുക്കിത് ഞാൻ ചെയ്യുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോപ്പ് ചെയ്തത് ഞാൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടിന്നിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുത്ത് ബേക്ക് ചെയ്യാൻ കൊണ്ടുപോകാം. ബേക്ക് ചെയ്യാൻ ഞാൻ യൂഷ്വൽ പ്രോസസ്സ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക്, നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നമ്മൾ ബാറ്റർ ടിന്ന് വെച്ചെടുത്ത് ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലോണം മേലൊന്നും സ്റ്റിക്കാവുന്നൊന്നുമില്ല, ജസ്റ്റ് ചോക്ലേറ്റൊക്കെ പുറത്തേക്ക് വരുന്നുള്ളൂ. ഇനി നമുക്കത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം, ടിന്നിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നല്ല ചൂടുണ്ട്, പിടിക്കാൻ പറ്റുന്നില്ല. നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.